കുലക്കത്തിയുമായി കടന്നു വന്ന അമ്മയും അപ്പനെയും മകളെയും വെട്ടിക്കൊന്ന ഒരറപ്പുമില്ലാതെ അവിടുന്ന് ഇറങ്ങിപ്പോയി തുടങ്ങിയതാണ് കേരളത്തിൻ്റെ 2025. എന്തു പറ്റി നമ്മുടെ നാടിന്? എന്തു പറ്റി 100% സാക്ഷരത എന്ന് പറയുന്ന നമ്മുടെ കേരളത്തിന് എന്തു പറ്റി? കണ്ണിനകത്ത് കണ്ണുനീർ വരത്തക്ക പോലെ, കണ്ണുനീർ തുള്ളി വരത്തക്ക പോലെ നമ്മുടെ കുഞ്ഞുങ്ങളുടെ മസ്തിഷ്കങ്ങൾ മുഴുവൻ ഇവിടെ ലഹരി മാഫിയ കടമെടുത്തു കഴിഞ്ഞു. നാട് കാണാൻ പൊക്കോ, സാരയില്ല. നാട് കാണുന്നതിന് മുൻപ് നിന്റെ പെറ്റ തള്ളയും നിന്റെ അപ്പനെയും കാണണം. നിനക്ക് വേണ്ടി മുട്ടുകുത്തി കരയുന്ന മാതാപിതാക്കളെ കാണണം. ആത്മാർത്ഥമായി പറയുന്നു, യേശുവിനെ വിശ്വസിക്കുന്ന, യേശുവിനെ ആരാധിക്കുന്ന, ദൈവത്തെ പ്രസംഗിക്കുന്ന ഞങ്ങൾ ലഹരി ഉപയോഗിക്കുന്നവരല്ല. (2025) കണ്ണു തുറന്ന് പുലർന്നത് അയൽപ്പക്കത്തെ വീട്ടിലെ ഒരു ചെറുപ്പക്കാരൻ മറ്റൊരു വീട്ടിലേക്ക് കടന്നു കയറി കുലക്കത്തിയുമായി കടന്നു വന്ന അമ്മയും അപ്പനെയും മകളെയും വെട്ടിക്കൊന്ന ഒരറപ്പുമില്ലാതെ അവിടുന്ന് ഇറങ്ങിപ്പോയി തുടങ്ങിയതാണ് കേരളത്തിൻ്റെ 2025. സ്വന്തം അപ്പനെ, ഹാർഡ്വെയർ കട നടത്തുന്ന സ്വന്തം അപ്പനെ രാവിലെ മുഴുവൻ അധ്വാനിച്ചതിൻ്റെ ക്ഷീണം തീർക്കാൻ ദിവാൻ കോട്ടിൽ അന്തി ഉറങ്ങുന്ന അപ്പനെ വെട്ടിക്കൊലപ്പെടുത്തി പ്രാണരക്ഷാർത്ഥം ഓടി ഒളിക്കാൻ ശ്രമിക്കുന്ന അപ്പനെ നരാധമനായ ചെറുപ്പക്കാരനടുത്തേക്ക് ചെന്ന് ചോര ദാഹിയായ ചെറുപ്പക്കാരൻ വെട്ടിക്കൊലപ്പെടുത്തി ആ പിതാവിനെ നിലത്തേക്കിട്ട് ആ കൊലക്കത്തിയുമായി പോലീസ് സ്റ്റേഷനിലേക്ക് കടന്നുപോയ വാർത്തകൾ മനുഷ്യ മനസാക്ഷിയെ ഞെട്ടിക്കുന്ന വല്ലാത്ത വാർത്ത. തുടരാൻ പോകുകയാണ് ഞാൻ. നിങ്ങൾ കേൾക്കണം. നമ്മുടെ തൊട്ടടുത്ത് കറിക്കരിഞ്ഞുകൊണ്ടിരുന്ന ഒരമ്മ കത്തി കൊണ്ട് കറിക്കരിഞ്ഞുകൊണ്ടിരിക്കുക. ചിക്കൻ കറി കിട്ടിയില്ല എന്ന കാര്യം പറഞ്ഞുകൊണ്ട് കോഴിയെ കണ്ടിക്കുന്ന ലാഘവത്തിൽ കുനിച്ചു നിർത്തിയ അമ്മയുടെ കഴുത്ത് കണ്ടിച്ച് ആ മകൻ ജയിലിലേക്ക് കടന്നുപോയി. നമ്മുടെ തൊട്ടടുത്ത് കേൾക്കണം. അവനിപ്പോൾ അവിടെ മാധ്യമങ്ങളെ കാണുമ്പോൾ മാധ്യമങ്ങൾക്ക് ചുംബനം കൊടുത്തു. എന്തിനു വേണ്ടി എന്നറിയണ്ടേ? ഇപ്പോൾ അവന് വല്ലാത്ത സങ്കടമാണ്. എന്തുകൊണ്ടാണെന്നറിയണ്ടേ? അമ്മയെ കൊന്നതിൻ്റെ സങ്കടം കൊണ്ടല്ല, അവന് ലഹരി കിട്ടുന്നില്ല എന്നൊരു സങ്കടം കൊണ്ട്. എന്തു പറ്റി നമ്മുടെ നാടിന്? എന്തു പറ്റി 100% സാക്ഷരത എന്ന് പറയുന്ന നമ്മുടെ കേരളത്തിന് എന്തു പറ്റി? അമ്മയുടെയും അപ്പൻ്റെയും ചോര മണമേൽക്കാതെ ഇവിടെ ആളുകൾ മുന്നോട്ട് പോകുന്നില്ല. നമ്മുടെ ആളുകൾക്ക് വല്ലാത്ത മനസ്സിൻ്റെ മസ്തിഷ്കം മരവിച്ചുപോയ ആളുകൾ നമ്മുടെ നാട്ടിലുണ്ട്. 3 വർഷത്തിന് പുറകിൽ നമ്മുടെ മുഖ്യമന്ത്രി ഒരു പ്രഖ്യാപനം നടത്തി. പ്രഖ്യാപനം എങ്ങനെയാണ്? ഇവിടെയുള്ള ലഹരി വേട്ടകൾ അവസാനിപ്പിക്കണം. അതിനുവേണ്ടി മുക്തി എന്ന പേരിൽ ഒരു സംവിധാനം നമ്മുടെ ഗവൺമെന്റ് ഇവിടെ ചെയ്തു തുടങ്ങി. അമ്പോ പരാജയപ്പെട്ടു പോയി നമ്മുടെ നാട്. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയോട് ചോദിക്കുക, 3 വർഷങ്ങൾക്ക് മുൻപ് നമ്മുടെ കേരളത്തിനകത്ത് മുക്തി എന്ന് പറയുന്ന ഒരു സംവിധാനം രാവിലെ ഘോര പ്രസംഗിച്ച് വൈകിട്ട് അതേ ആളുകൾ മദ്യപിക്കാൻ ബാറിൽ കയറിയത് മനോരമ പോലുള്ള സകല മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നു. ഒരു വാക്ക് ഞാൻ പറയുക, ഘോരം പ്രസംഗിച്ചാൽ ആളുകളെ മാറ്റാൻ കഴിയില്ല. ആളുകളെ മാറ്റാൻ കഴിയുന്ന ഏക സത്യ ദൈവത്തിന്റെ ശക്തി ഇതിന്റെ നടുവിൽ വ്യാപരിച്ച് ഉയരുന്നതിന് ഇന്ന് രാവിലെ ഞാൻ സ്തോത്രം ചെയ്യുക. അമ്മയും അപ്പനെ കൊന്നുമുടിക്കാൻ മടിയില്ലാത്ത നരാധമന്മാർ ഈ മണ്ണിൽ എഴുന്നേറ്റ് വരുമ്പോൾ അമ്മയപ്പന്മാർ നിലവിളിക്കണ്ട, അഭിഷക്തന്മാർ പ്രാർത്ഥിക്കണ്ട. സമയം കഴിഞ്ഞു പോയ
പോയെന്നേ. അമ്മയും അപ്പനെയും നോക്കണ്ട പ്രായത്തിൽ ആരോ പറഞ്ഞു ഊരൂറ്റി പോകണമെന്ന്, ആരോ പറഞ്ഞു നാട് കാണണമെന്ന്. സ്നേഹിത, നാട് കാണുന്നതിന് എതിരില്ല ഞാൻ. ആ നാട് കാണുന്നതിന് മുൻപ് നീ വീട് കാണണം. നാട് കാണാൻ പൊക്കോ, സാരയില്ല. നാട് കാണുന്നതിന് മുൻപ് നിന്റെ പെറ്റ തള്ളയും നിന്റെ അപ്പനെയും കാണണം. നിനക്ക് വേണ്ടി മുട്ടുകുത്തി കരയുന്ന മാതാപിതാക്കളെ കാണണം. നിന്റെ വീടിന്റെ ശൂന്യാവസ്ഥ കാണണം. നിന്റെ വീടിന്റെ അവസ്ഥ നീ കാണണം. ഞാൻ എഴുതി വെച്ചിട്ടുണ്ട് 2 പേജ് നിറച്ച്. ഒരു 3 മണിക്കൂറെങ്കിലും എനിക്ക് ഏറ്റവും കുറഞ്ഞത് വേണം. 2025 കേരളത്തിൽ നടന്ന കുലപാതക പരമ്പരകൾ മുഴുവൻ വിവരിച്ച് കേൾപ്പിക്കാൻ, കണ്ണിനകത്ത് കണ്ണുനീർ വരത്തക്ക പോലെ, കണ്ണുനീർ തുള്ളി വരത്തക്ക പോലെ നമ്മുടെ കുഞ്ഞുങ്ങളുടെ മസ്തിഷ്കങ്ങൾ മുഴുവൻ ഇവിടെ ലഹരി മാഫിയ കടമെടുത്തു കഴിഞ്ഞു. ഒരു ചോദ്യം, നിയമപാലകർ വെള്ളമടിച്ചു, DYSP വെള്ളമടിച്ച് ഔദ്യോഗിക വാഹനത്തിൽ നിരത്തിൽ പോയ കാര്യം പത്രങ്ങൾ റിപ്പോർട്ട് ചെയ്തു. എവിടെയാണ് സമാധാനം? ഇത് ഘോര പ്രസംഗിക്കുന്ന ആളുകൾ ഈ മദ്യത്തിന് അടിമകളാണ്. ഞങ്ങൾ ആത്മാർത്ഥമായി പറയുന്നു, യേശുവിനെ വിശ്വസിക്കുന്ന, യേശുവിനെ ആരാധിക്കുന്ന, ദൈവത്തെ പ്രസംഗിക്കുന്ന ഞങ്ങൾ ലഹരി ഉപയോഗിക്കുന്നവരല്ല. സ്നേഹിതരെ, നമ്മുടെ യൗവന തലമുറകൾ മാറണം. ഇന്ന് രാവിലെ കേട്ട ഇത് പ്രശ്നമാണ്. നമ്മുടെ തലമുറകൾക്ക് പ്രശ്നം. നാട് കാണാൻ പോവാ, അവര് വീട് കാണാൻ. നിന്നെ ഏൽപ്പിക്കുന്ന കാര്യത്തിൽ നീ ഉത്തരവാദിത്തപരമായിട്ട് കാര്യം ചെയ്യണം. അത് വീട്ടിൽ നിന്ന് ശീലിക്കണം. ഇന്നലെ വൈകിട്ട് ഒരമ്മ വിളിച്ച് കേട്ടോ, ഒത്തിരി അർദ്ധരാത്രിയായി. അമ്മ എന്നെ വിളിച്ചിട്ട് എന്നോട് പറഞ്ഞു, കരയുക, കുറച്ച് സമയം ഞാൻ കരച്ചിൽ മാത്രമാകട്ടെ. ഞാൻ ചോദിച്ച അമ്മ കാര്യം പറഞ്ഞാട്ടെ. അമ്മ എന്നോട് പറഞ്ഞു, നൊന്ത് പ്രസവിച്ച് എൻജിനീയറിംഗ് വരെ പഠിപ്പിച്ച ഒരു മകൻ എനിക്കുണ്ട്, പേരൊക്കെ പറഞ്ഞു. ഞാൻ ചോദിച്ചു, എന്ത് പറ്റി? പാസ്റ്റർ ഒന്ന് പ്രാർത്ഥിക്കണം, ഒന്നുകിൽ ഞാൻ മരിക്കണം അല്ലെങ്കിൽ അവൻ മരിക്കണം. അവന് രാത്രി അർദ്ധരാത്രിയിലാണ് കയറി വരുന്നേ. രാത്രി അവൻ കോളിംഗ് ബെല്ലടിക്കുമ്പോൾ ചങ്കിലൊരു പെടപ്പാ പാസ്റ്ററെ. അമ്മ ഈ ലഹരി ഉപയോഗിച്ചിട്ട് അവനും അമ്മയെ കണ്ട തിരിച്ചറിയുന്നില്ല, പെങ്ങളെ കണ്ടിട്ട് തിരിച്ചറിയുന്നില്ല, ഉടുതുണിയില്ലാതാ കയറി വരുന്നേ. ഒരു പ്രാവശ്യം എൻ്റെ കയ്യെ കയറി ഒന്ന് പിടിച്ചു പാസ്റ്ററെ, ചങ്ക് കത്തി കാളിപ്പോയി പാസ്റ്ററെ, ജീവിക്കാൻ ഇഷ്ടമില്ല. ഇന്ന് രാവിലെ അമ്മ ഈ യോഗത്തിൽ ഇരിപ്പുണ്ട് കേട്ടോ. എന്നെ അകത്ത് കയറിയ അമ്മയൊന്ന് കണ്ടു. പക്ഷെ ഇന്നലെ രാത്രി ഒരു കാര്യം നടന്നു കേട്ടോ. ഇന്നലെ രാത്രി ലഹരി ഉന്മാദത്തിൽ കയറി വന്ന മോന് ഒരിക്കലും ഇല്ലാത്ത പോലെ അമ്മയുടെ കാലെ തൊട്ട് ക്ഷമ ചോദിച്ചെന്നേ. ഇന്ന് രാവിലെ ആ മോനും ഈ ആരാധനകളുണ്ട്. ഒത്തിരി സന്തോഷത്തോടെ ഞാൻ ഇവിടെ നിൽക്കുന്നത്. അമ്മയുടെ വാക്ക് കേട്ടെന്റെ ചങ്ങ് പിടഞ്ഞു പോയെന്നേ. അമ്മയുടെ വാക്ക് എന്റെ ഹൃദയത്തിനകത്തൊരു കത്തി കൊണ്ട് കീറുന്ന പോലെ വല്ലാത്ത നിലയിലേക്ക് മാറിയെന്നേ. ഒരു വാക്കുകൂടെ ഞാൻ പറയുക. കഴിഞ്ഞ ദിവസം ഈ 100K കണ്ട വീഡിയോ കണ്ടപ്പോൾ ഒരു പാസ്റ്റർ എന്നെ വിളിച്ചു. ക്ഷമിക്കണം, ആ കർത്തൃദാസന്റെ പേരോ നാടോ വീടോ അദ്ദേഹം പ്രതിദാനം ചെയ്യുന്ന സഭയോ പറയുന്നില്ല. അദ്ദേഹം എന്നെ വിളിച്ചിട്ട് ഒരു വാക്ക് പറഞ്ഞു, ബിനു പാസ്റ്ററെ, നിങ്ങളെ ഞാൻ കണ്ടിട്ടില്ല, ഞാൻ ഈ വീഡിയോ കണ്ടിട്ടാണ് നിങ്ങളെ പരിചയപ്പെടുന്നത്. നിങ്ങളുടെ വീഡിയോ മുഴുവൻ ഞാൻ കണ്ടു കേട്ടോ. ഞാനൊരു കർത്തൃദാസനാ, ഇന്ന സ്ഥലത്താണ് ഞാൻ ദൈവത്തിൻ്റെ വേല ചെയ്യുന്നത്. എനിക്കൊരു കുഞ്ഞു കുഴപ്പമുണ്ട്. ഞാൻ ചോദിച്ചു, എന്നാ കുഴപ്പം? പാസ്റ്ററെ, ഞാൻ ഇടയ്ക്ക് കുടിക്കും. ഞാൻ ചോദിച്ചു, മാറുന്നില്ല? ഇല്ല പാസ്റ്ററെ, മാറുന്നില്ല. ഇതെനിക്ക് മാറ്റാൻ പറ്റുന്നില്ല. ഇത് വെള്ളിയാഴ്ച വിളിച്ചു പറഞ്ഞ കാര്യമാണ്. ഞാൻ പറഞ്ഞു, കർത്തൃദാസനെ മുട്ടുകുത്തിയേ, ഞാനിവിടെ ഒന്ന് ചേർന്നു പ്രാർത്ഥിക്കുക. അദ്ദേഹത്തിൻ്റെ ഭാര്യ പ്രാർത്ഥിക്കാൻ വന്നു. ഞങ്ങൾ ഒരുമിച്ചൊന്ന് മുട്ടുകുത്തി പ്രാർത്ഥിച്ചു. ദൈവത്തിൻ്റെ കൃപയാൽ ശനിയാഴ്ച പൈസ കിട്ടി. പക്ഷേ ഒരു ടെൻഡൻസിയും തോന്നിയില്ല, മദ്യപിക്കാൻ ടെൻഡൻസി തോന്നിയില്ല. ഞാൻ അദ്ദേഹത്തെ വായിച്ചു കൽപ്പിച്ചു. ഈ പുസ്തകത്തിൻ്റെ പ്രത്യേകത, ഏതു തകർന്നവനെ വിടുവിക്കാൻ ശക്തിയുള്ള പുസ്തകമാണ്. ഇന്ന് രാവിലെ ഞങ്ങൾ എടുത്തു പിടിക്കുന്നത്. ഹേ മദ്യപാനിയെ, ഹേ ലഹരി ഉപയോഗിക്കുന്നവനെ, ഇതല്ല നിന്റെ ജീവിതം. എന്നോട് പരിശുദ്ധാത്മാവ് പറഞ്ഞു, ലഹരിക്കെതിരെ ഒരു സമരം തന്നെ നമ്മൾ പ്രഖ്യാപിക്കാൻ പോവാ. ആളുകളെ മാറ്റിയെടുക്കാൻ അതിനുവേണ്ടി ഒരു വാക്കൂടെ. നിങ്ങൾ കണ്ടോ? എന്നെ താഴെ ഇടാൻ പോവാന്നു. ദൈവമേ, നിങ്ങൾ ഇവനെ കണ്ടോ?
ഇവൻ്റെ അമ്മയും അപ്പനും ഒക്കെ ഇവരെവിടുന്ന് വരുന്നതെന്നറിയോ? പാറശാലയിൽ നിന്ന് ആരാധനയ്ക്ക് വരുന്ന. തിരുവനന്തപുരത്ത് ആരാധനയ്ക്ക് പോകാനൊക്കെ ഞാൻ പറയും. പക്ഷേ അപ്പനും അമ്മയ്ക്കും ഇവിടെ ഒന്ന് വന്ന് ആരാധന കൂടിയ ഒരു സമാധാനമാണ്. 3 മണിക്ക് ഇറങ്ങിയാ വീട്ടിൽ നിന്ന്. ഇമാർ 2 ഇടിമക്കളാണ്. ഇടിമക്കളെന്ന് പറഞ്ഞാൽ വീട്ടിൽ ഇടിയോടിടിയ, സത്യമായിട്ടും ഇടിയോടിടിയ. മറ്റൊരു പിന്നെ എൻ്റെ പ്രേമം ഉണ്ടായിരുന്നു, അവളങ്ങ് പോയി. ഞാൻ പ്രാർത്ഥിച്ചു, സത്യമായിട്ട് ഞാനതിന് കുത്തി പ്രാർത്ഥിച്ചത് എനിക്കും എൻ്റെ ദൈവത്തിന് മാത്രമേ അറിയൂ. ഞാൻ പ്രാർത്ഥിച്ചു, ദൈവമേ അവൾക്ക് പ്രേമം ഉണ്ടെങ്കിൽ ഈ അകത്തൊരു സാധനം ഉണ്ടാവും. എന്തോ അതിനെ പറയാം, എന്തോ സ്ഥിരോ എന്തോ സാധനം അത്. ഓ ഇമാർക്കൊന്നും അറിയത്തില്ല. പോട്ടെ. കർത്താവേ യേശുവിൻ്റെ നാമത്തിൽ കുറയട്ടെ എന്ന് പ്രാർത്ഥിച്ചു. അന്ന് വൈകിട്ട് അവനോട് പറഞ്ഞ അച്ഛാ വിട്ടുപോയി. അപ്പം ഞാൻ പറഞ്ഞു ഇനിയും കൂടിക്കോട്ടെ കർത്താവേ, പോട്ടെ അത് യേശുവിൻ്റെ നാമത്തിൽ. എങ്ങനെയുണ്ട് ഇപ്പം? കുഴപ്പമില്ല. ലഹരി ഉപയോഗിക്കുമോ? ഇല്ല. നമ്മൾ കള്ള് കുടിച്ച് ഓടെ കിടക്കേണ്ടവരല്ല. നമ്മൾ പാലത്തിൻ്റെ കീഴിൽ പോയി ശമ്പു വെക്കേണ്ടവരല്ല. MDMA വെക്കേണ്ടവരല്ല. ഒരു ലഹരി ഉപയോഗിക്കേണ്ടവരല്ല. ഈ ലഹരി ഉപയോഗിക്കുന്നവരെ തിന്മയെന്ന് തിരിച്ചു കൊണ്ടുവരേണ്ടവരാണ്. ദുരാത്മാവ് നിങ്ങളുടെ മേൽ വന്നാൽ ആരും അറിയത്തില്ല. പോകുമ്പം നാട്ടുകാർ മൊത്തം അറിയും. ഇതാണ് വ്യത്യാസം. പരിശുദ്ധാത്മാവ് വന്നാൽ അറിയാം, പോകുന്നത് അറിയത്തില്ല. പിശാച് വന്നത് അറിയത്തില്ല, പോകുന്നത് അറിയും. ശൗലിന് പറ്റിയ തെറ്റവിടാണ്. ശൗലിന് ദാവീദിനോട് അസൂയ തോന്നി. അസൂയ പാപമാണ്. മോനെ ഒന്ന് വിളിച്ചേ, എടാ ഇങ്ങോട്ട് വന്നേ. നീ ഗൾഫിൽ പോന്നോ? എന്നാ? നാളെ. ഇങ്ങി വാ. എത്ര വയസ്സുണ്ട്? 21 വയസ്സേ ആവുന്നുള്ളൂ. കുടിക്കുന്നുണ്ട്. കൂട്ടുകാർ വിളിച്ചുകൊണ്ട് പോവാം, അല്ലയോ? നോ പറയാൻ പറ്റുന്നില്ലയോ? അതെ, പറയണം. ഇനിയും കുടിക്കല്ല. നിന്നെ ഗൾഫിൽ കൊണ്ടുപോയത് യേശുവാ. നിന്റെ അപ്പൻ്റെ അമ്മയുടെ കണ്ണുനീരാ നിന്നെ ഇവിടം വരെ ദൈവം നിർത്തിയത്. മക്കളെ, നിന്റെ വീട്ടിൽ നിന്നെ തേടി വരുന്ന കൂട്ടുകാരുണ്ടല്ലോ, അത് നിന്റെ നന്മ കണ്ടിട്ടാ, നിന്റെ കഴുത്തെ മാല കിടക്കുന്ന കണ്ടിട്ടാ, നീ ഉയർന്നത് കണ്ടിട്ടാ. നീ ഇന്ന് വരെ ഉയർന്നതിൻ്റെ പഠിത്തമല്ല, നിന്നെ ഗൾഫിൽ ദൈവം കൊണ്ടുപോയി നിന്റെ വിദ്യാഭ്യാസമല്ല, നിന്റെ അമ്മയുടെ അപ്പൻ്റെ ചുടുകണ്ണുനീരാ എന്നാ കർത്താവ് എന്നോട് പറയുന്നേ. നാളെ നീ ഇവിടുന്ന് പോകുന്നതിന് മുമ്പ് നിന്റെ പേരെന്തുവാ? സൂരജ് ഇന്ന് രാവിലെ ഒരു തീരുമാനം ഇവിടെ നിന്ന് എടുത്തിട്ട് പോകണം. കർത്താവേ, ഇനിയും ഞാൻ മദ്യപിക്കത്തില്ല, ഇനി ഞാൻ ദൈവത്തെ സേവിച്ച് ദൈവത്തിന് വേണ്ടി നിന്നോളൂ എന്ന് പറഞ്ഞ് ഒരു തീരുമാനം നീ എടുത്തിട്ട് വേണം പോകാൻ. ഇന്ന് വൈകിട്ട് നീ ചെന്നിട്ട് നിന്റെ കൂട്ടുകാർ നിന്നെ വിളിക്കും, അവസാനത്തെ പാർട്ടി കൂടാൻ വേണ്ടി പോകണ്ട എന്ന് യേശു എന്നോട് പറയുക. അതിൻ്റെ പുറകിലൊരു അപകടം നിപ്പുണ്ട്, അതിൻ്റെ പുറകിലൊരു ചതിക്കുഴി നിപ്പുണ്ട്. നിനക്ക് ഗൾഫിൽ കയറി പോകാൻ പറ്റാത്ത പോലെ നിന്റെ മുൻപിൽ ഒരു ആധിപത്യമുണ്ട്. പാർട്ടി കൂടാൻ വേണ്ടി അവര് കാത്തിരിക്കുക. യേശു എന്നോട് പറയുക, അങ്ങോട്ട് പോകണ്ടെന്ന് കർത്താവ് ഇന്ന് രാവിലെ പറയുക. പോയിരുന്നു. ഇന്ന് രാവിലെ ഒരു വാക്കൂടെ ആ മോനെ കുറിച്ച് ഞാൻ പറയുക. അവനൊരു സുവിശേഷകനാവും. അവൻ ദൈവത്തിന്റെ നാമത്തെ ഉയർത്തും. അവന്റെ ഇപ്പോഴത്തെ വീട് വിൽക്കും, മറ്റൊരു സ്ഥലത്തേക്ക് നിങ്ങൾ താമസിക്കും.